കാട്ടാനശല്യം ഒഴിയാതെ പീരുമേട് തൊട്ടാപ്പുര അടക്കമുള്ള ജനവാസ മേഖല കഴിഞ്ഞ ദിവസം രാത്രിയിൽ പീരുമേട് തൊട്ടാപ്പുരയ്ക്ക് സമീപം 2 കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങി 1 ഏക്കറോളം വരുന്ന കൃഷിയിടത്തിലെ ഏലച്ചെടികൾ നശിപ്പിച്ചു. കൊച്ചിനാട്ട് വർഗീസ് ഇബ്രഹാം പാട്ടത്തിനടുത്ത് നടത്തിയ ഏലത്തോട്ടത്തിലാണ് കാട്ടാന എത്തി നാശം വരുത്തിയത്. പീരുമേട് തോട്ടാപ്പുര, പ്ലാക്കത്തടം, കച്ചേരിക്കുന്ന്, സിവിൽ സ്റ്റേഷന്റെ പരിസര പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ കാട്ടാനയുടെ സാന്നിധ്യം നിലവിൽ പതിവായി മാറിയിരിക്കണം. കാട്ടാനകൾ കൂട്ടമായി എത്തി വ്യാപകമായ കൃഷിനാശവും ജനങ്ങളുടെ ജീവന് ഭീഷണിയും സൃഷ്ടിക്കുകയാണ്. തോട്ടാപ്പുരയ്ക്ക് സമീപം ഉൾവനത്തിൽ 2 ആഴ്ചകൾക്ക് മുൻപാണ് കാട്ടാന ആക്രമണത്തിൽ ആദിവാസി സ്ത്രീ വനത്തിനുള്ളിൽ മരണപ്പെടുകയും ചെയ്തത്. ഇന്നലെ രാത്രിയിൽ തോട്ടാപ്പുരയിൽ എത്തിയ കാട്ടാന വർഗീസ് പാട്ടത്തിനടുത്ത് കൃഷി നടത്തിയ ഏലത്തോട്ടത്തിൽ കയറി വ്യാപക നാശമാണ് വരുത്തിയിരിക്കുന്നത്. 1 ഏക്കറോളം വരുന്ന കൃഷിയിടത്തിലെ 100ഓളം വരുന്ന ഏലച്ചെടികൾ നിലംപരിശാക്കിയാണ് കാട്ടാന മടങ്ങിയത്. പുലർച്ചെ വീടിന് പുറത്തിറങ്ങിയ വർഗീസിന്റെ ഭാര്യ ലിസി 2 കാട്ടാനകളെ നേരിൽ കാണുകയും ചെയ്തു. തുടർന്ന് ബഹളം വെച്ച് സമീപവാസികളെ അറിയിക്കുകയും ചെയ്തു. തുടർന്ന് ഇവരുടെ നേതൃത്വത്തിലാണ് കൃഷിയിടത്തിൽ നിന്നും ആനയെ തുരത്തിയതും. രാവിലെ 6 മണിയായപ്പോൾ പ്രസിഡന്റിനെ വിളിച്ചു. പ്രസിഡന്റ് ഇപ്പം വന്നു, കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് എന്തെങ്കിലും പരിഹാരം ഇതിനകത്ത് ചെയ്ത് നഷ്ടപരിഹാരം തരണം. ഇന്നിപ്പോൾ ഇവിടെ നിൽക്കേണ്ടതല്ല. ഞാൻ 2 ആനയുടെ മുമ്പിൽ നിന്ന് ഞാൻ വന്നതാ. എന്റെ അച്ചായനെ നിലവിൽ ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഈ കർഷകന് ഉണ്ടായിരിക്കുന്നത്. പീരുമേട് തോട്ടാപ്പുരയിലും പരിസര പ്രദേശങ്ങളിലുമായി നിരവധി പേർ അധിവസിക്കുന്ന ഒരു മേഖലയാണ്. ഇവിടെയാണ് കാട്ടാന നിരന്തരമായി എത്തുന്നത്. കൃഷിയിടത്തിൽ കാട്ടാന കയറുന്നതിനൊപ്പം ഇവിടുത്തെ കർഷകർ നിർമ്മിച്ച കയ്യാലകളടക്കം കാട്ടാന വ്യാപകമായി നശിപ്പിക്കുകയാണ്. ഇനി ഇതൊന്ന് ശരിയാക്കി എടുക്കണമെങ്കിൽ ഇനി ആ നശിപ്പിച്ചതൊന്നും ശരിയാകുമൊന്നുമില്ല. ഈ പറമ്പിലൂടെ ഒന്ന് കയറി ഇറങ്ങി നടക്കണമെങ്കിൽ തന്നെ ഇനി കണ്ടമാനം പൈസ മുടക്കേണ്ട അവസ്ഥയാണുള്ളത്. കാട്ടാന ജനങ്ങളുടെ ജീവനും ഭീഷണിയായി മാറിയിരിക്കുകയാണ്. വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തിൽ പരിഹാരം കാണുന്നതിൽ അലംഭാവം ഉണ്ടാകുകയാണെന്ന പരാതി ശക്തമാണ്. നിരവധി പ്രതിഷേധങ്ങളും സമരങ്ങളും അടക്കം ഇതിനോടകം ഈ വിഷയത്തിൽ നടപടിയാകാത്തതിനാൽ പ്രത്യക്ഷ സമര പരിപാടികളിലേക്ക് നീങ്ങാനാണ് ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും തീരുമാനം. ഇവിടെ കുറേയേറെ വർഷക്കാലങ്ങളായി ജനങ്ങൾ ഇങ്ങനെ കൃഷിയിടത്ത് നഷ്ടമുണ്ടാകുന്നു, പുരയിടത്ത് നഷ്ടമുണ്ടാകുന്നു, കൃഷി ഉൽപ്പന്നങ്ങൾ ഒപ്പം തന്നെ മനുഷ്യജീവന് അപകടകരമാകുന്ന തരത്തിലേക്ക് ആന വന്നിട്ടുണ്ട്. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട സീത എന്ന് പറയുന്ന സ്ത്രീ മരണപ്പെട്ടുന്നാണ്ട് 14 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, കോട്ടയം DF ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ ആനശല്യം ഇല്ല എന്നാണ്. നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാവുന്നതാണ് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ വേഗത്തിൽ ശാശ്വതമായ പരിഹാരമുണ്ടായില്ലെങ്കിൽ പീരുമേട്ടിലെ ജനം അവരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏതു നിലയ്ക്കുള്ള പോരാട്ടത്തിലേക്ക് പോകുന്ന സ്ഥിതി ഉണ്ടാകും. അത് ജനാധിപത്യപരമാകാം. ജനാധിപത്യപരമായ മാർഗങ്ങളിലൂടെ തീരുമാനമുണ്ടായെങ്കിൽ ജനാധിപത്യ വിരുദ്ധമായ മാർഗങ്ങളിലൂടെ പോകേണ്ട സാഹചര്യത്തിലേക്ക് മനുഷ്യജീവൻ അപകടത്തിലാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. സ്ത്രീകളും കുട്ടികളും അടക്കം ദുരന്തം സഞ്ചരിക്കുന്ന ഒരു മേഖല കൂടിയാണ്. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഇവിടെ ജനവാസ മേഖലയിൽ കാട്ടാനിന്റെ സാന്നിധ്യമുള്ളതായി നാട്ടുകാർ പറയുന്നു. കാട്ടാനിയെ കൂടാതെ പുലി, കടുവ, കാട്ടുപോത്ത്, കരടി തുടങ്ങിയവയുടെ സാന്നിധ്യവും മേഖലയിലുണ്ട്. ഇടുക്കി വിഷൻ ന്യൂസ്, പീരുമേട്.